ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ഏത് ചാപ്റ്റർ നോക്കിക്കൊണ്ടിരുന്ന മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഫ്രൂട്ട്, സീഡ് ആൻഡ് സീഡ് ടൈപ്പ്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേതാണ് ഫ്രൂട്ട്, അല്ലേ? എന്താ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? നമുക്ക് എഡിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്യാരക്ടർ ഓഫ് എ ഫ്ലവറിംഗ് പ്ലാന്റ്. ഏതൊരു പൂവിടുന്ന ചെടിയുടെയും ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് എന്ത് ഫ്രൂട്ടിങ് എന്ന് പറയുന്നത്. ഒരു മെച്യൂർഡ് ആയിട്ടുള്ള നമ്മുടെ സീഡ് എന്തായി മാറുന്നുണ്ട്? സീഡ് എന്തായി മാറും? സീഡ് ഒവ്യൂളിൽ നിന്നും സീഡ് ഉണ്ടാവുന്നത് പോലെ നമ്മുടെ ഓവറി റൈപ്പൻ ആവുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്നത്, അല്ലെ? അപ്പോ റൈപ്പനിങ് ഓഫ് ആൻ ഓവറി ആണ് എന്ത് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷന് ശേഷം എന്തുണ്ടാവുന്നു? ഓവറി എന്തായി മാറുന്നു? ഫ്രൂട്ടായി മാറുന്നു. അപ്പോ പാർത്തനോകാർപ്പിക് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്, ആ ഒരു ടേം നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, അല്ലെ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫ്രൂട്ട്സ് ദാറ്റ് ഫോം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. നമുക്കറിയാം, ഒരു സ്പേമും ഒരു എഗ്ഗും കൂടെ ഫ്യൂസ് ആകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നടന്ന് ഒരു സൈഗോട്ട് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ പ്ലാന്റ്സുകളുടെ കേസിലാണെങ്കിൽ എന്താണ്? ഒരു ഓവറിയും അതുപോലെ തന്നെ നമ്മുടെ പോളൻ ഗ്രെയിൻസുകൾ, അല്ലെ? പോളൻ ഗ്രെയിൻസുകളും കൂടെ ചേർന്നാണ് എന്തുണ്ടാവുന്നത്? സൈഗോട്ട് ഉണ്ടായി പുതിയൊരു എംബ്രിയോ ഉണ്ടായിട്ട് എന്താവുന്നത്? പുതിയൊരു ഫ്രൂട്ടിംഗ് ബോഡി ആയി മാറുന്നത്. പക്ഷേ അത്തരത്തില് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട്സ് റീപ്രൊഡ്യൂസ് ചെയ്തുണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ടുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്? ദ ഫ്രൂട്ട്സ് വിച്ച് ഈസ് ഫോം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്. ഇനി ഒരു ഫ്രൂട്ടിനെ സംബന്ധിച്ച് ആ ഫ്രൂട്ടിന് എന്തുണ്ടാവും? അതിന് മെയിൻ ആയിട്ട് 3 ലെയേഴ്സുകൾ വരുന്നുണ്ട്. എത്ര ലെയേഴ്സ് ആണ്? there are 3 ലെയേഴ്സ് ഉണ്ട്. ദ ഫസ്റ്റ് ലെയർ ആണ് നമ്മൾ പുറമേ കാണുന്ന നമ്മളുടെ തോടെന്ന് പറയത്തില്ലേ? ആ തോടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എപ്പികാർപ്പ് എന്ന് വിളിക്കുന്നത്. എന്താണ് എപ്പികാർപ്പ്? ആൻഡ് അതിന്റെ ഉള്ളിലുള്ള ആളാണ് ആര്? മീസോകാർപ്പ്, മിഡിൽ ആയിട്ടുള്ള ആള്, അല്ലെ? അപ്പൊ ഏറ്റവും ഉള്ളിലുള്ള ആളെ ദ തേർഡ് ലെയർ കോൾ ദം ആസ് എന്താ? എൻഡോകാർപ്പ് എന്ന് വിളിക്കും, അല്ലെ? നമ്മുടെ ഇപ്പൊ യൂട്രസിലെ പോലെ നമുക്ക് കുറെ ലെയേഴ്സ് ഉള്ളത് പോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സിന്റെ കേസിലും there are 3 ലെയേഴ്സ് ഉണ്ട്: എപ്പികാർപ്പ്, മീസോകാർപ്പ് ആൻഡ് എൻഡോകാർപ്പ്. എൻഡോകാർപ്പ് ഏറ്റവും ഉൾഭാഗം, നടുവുള്ള ഭാഗം നടുക്കത്തെ ഭാഗമാണ് ഇത് മീസോകാർപ്പ്. ആൻഡ് എപ്പികാർപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും പുറമെയുള്ള ഭാഗം. അപ്പോ ഈ ഏറ്റവും പുറമെയുള്ള ഇവരെല്ലാരും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? പെരികാർപ്പ് എന്ന് പറയുന്ന ഒരു ആളുണ്ടാവുന്നത്. ഓക്കെ, ദ വോൾ ഓർ പെരികാർപ്പ് ആൻഡ് സീഡ്സുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്നത്. അപ്പോ എ ഫ്രൂട്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താടാ? ഒരു പെരികാർപ്പും ഉണ്ടാവും. അതായത് മൊത്തത്തിലൊരു ഒരു കവറിങ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു സീഡും ഉണ്ടാവും, അല്ലെ? ചിലപ്പോൾ ഒരു സീഡ് ആവാം, ഒന്നിൽ കൂടുതൽ സീഡ്സുകളാകാം. അവരെ നമ്മൾ വേറെ പേരൊക്കെ പറയും. ഡൈക്കോട്ട്ലിഡൻ, മോണോകോട്ട്ലിഡൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഈ പെരികാർപ്പിനെ സംബന്ധിച്ച് പെരികാർപ്പ് മേ ബി ഫ്ലഷിയും ആകാം, ഡ്രൈയും ആകാം. എങ്ങനെയൊക്കെയാണ്? ഫ്ലഷി ആൻഡ് ഡ്രൈ ആകാം. അതുപോലെ തന്നെ തിക്ക് ആൻഡ് ഫ്ലഷി, അതായത് ഫ്ലഷിയും തിക്ക്, ഫ്ലഷിയോ ഡ്രൈയോ തിക്കോ, ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡിഫറെന്റ് ഫ്രൂട്ട്സുകളിൽ ഡിഫറെന്റ് പെരികാർപ്പിന്റെ ക്യാരക്ടേഴ്സുകളായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, അപ്പൊ നമ്മൾ പെരികാർപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണെ. പെരികാർപ്പ് എന്ന് പറയുമ്പോഴേക്കും അവർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫ്ലഷി ആവാം, ഡ്രൈ ആവാം, തിക്ക് ആവാം. ഈ 3 രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ആവാം. അവർക്ക് 3 ലെയേഴ്സുകൾ ഉണ്ട്. എപ്പികാർപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും പുറമെയുള്ള ഭാഗം. എപ്പികാർപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും പുറമെയുള്ള ഭാഗം. ഓക്കെ, ഏറ്റവും പുറമെയുള്ള ഭാഗം. മീസോകാർപ്പ് എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള ആ ഫ്ലഷി ഭാഗമായിരിക്കും. ആൻഡ് എൻഡോകാർപ്പ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി എന്തായിരിക്കും? നമ്മുടെ സീഡ്സുകളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ. അത് പല ഫ്രൂട്ട്സിലും പല രീതിയിലായിരിക്കും. അതെന്തുകൊണ്ടിട്ടാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ പ്രധാനമായിട്ടും എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് ഇത്രയും ആൾക്കാർ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? പെരികാർപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, അത് മനസ്സിലാക്കാനാണ് ഡ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട്. ഫ്രൂട്ട് ഇൻ ദ സെൻസ്
ഡ്രൂപ്പിൽ പെടുന്ന കുറെ ഫ്രൂട്ട്സുകളുണ്ട്. ഡ്രൂപ്പിനെ സംബന്ധിച്ച് ഡ്രൂപ്പ് എന്ന് പറഞ്ഞാല് മെയിൻലി അവര് സിംഗിൾ സീഡഡ് ആയിരിക്കും. ഒരൊറ്റ വിത്തായിരിക്കും, അല്ലെങ്കിൽ ഒറ്റ സീഡേ അവരുടെ ബോഡിയിൽ ഉണ്ടാവത്തുള്ളൂ. അതിൽ വരുന്ന എക്സാമ്പിൾ ആണ് നമ്മുടെ മാംഗോയും അതുപോലെ തന്നെ ശരിയായില്ല മാംഗോയും പിന്നെ നമ്മുടെ തേങ്ങ കോക്കനട്ടും. ഓക്കെ, ഇങ്ങനെ ഈ രണ്ടാൾക്കാരും എന്തില് വരുന്നതാ? ഡ്രൂപ്പ് ഫ്രൂട്ടിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോ ആരൊക്കെയാണ്? മാംഗോയും പിന്നെ കോക്കനട്ടുമാണ് ഡ്രൂപ്പായിട്ട് അറിയപ്പെടുന്ന ഫ്രൂട്ട്സുകൾ. ഇവരുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവർ സിംഗിൾ സീഡഡ് ആണ്. അതുപോലെ തന്നെ ഇവരൊരു മോണോ കാർപ്പലറിയിൽ നിന്നും ഡെവലപ്ഡ് ആവുന്നതാണ്. അതായത് നമുക്ക് അറിയാലേ, നോക്കിക്കേ, ഈ വേർഡ് നിങ്ങൾക്ക് അറിയാം. കാർപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫീമെയിൽ ഫ്രൂട്ടിംഗ് ബോഡി, അല്ലെങ്കിൽ ഒരു ഫ്ലവറിലെ നമ്മുടെ ഫ്രൂട്ട്സുകൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആര്? കാർപ്പൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോ ഒരു കാർപ്പലിൽ നിന്നും മാത്രം ഉണ്ടാവുന്ന ടൈപ്പ് ഫ്രൂട്ട്സുകളായിരിക്കും ഇവര്. അതുകൊണ്ടിട്ട് തന്നെ ഇവർക്ക് എന്ത് ഉണ്ടാവുള്ളൂ? ഒരൊറ്റ സീഡേ ഉണ്ടാവുള്ളൂ. മാങ്ങയില് ഒരു സീഡേ ഉണ്ടാവത്തുള്ളൂ. അതുപോലെ തന്നെ കോക്കനട്ടും എന്താണ്? കോക്കനട്ടും ഒരൊറ്റയായിട്ടല്ലേ വരത്തുള്ളൂ. അപ്പോ അത്തരത്തിലുള്ള ഫ്രൂട്ട്സുകളുടെ ഓവറി എന്തായിരിക്കും? സുപ്പീരിയർ എന്നാണ് നമ്മൾ പഠിച്ചായിരുന്നല്ലേ. നമ്മുടെ ഗൈനീഷ്യം അല്ലെങ്കിൽ ഓവറി ആയിരിക്കും ഏറ്റവും മുകൾ ഭാഗത്ത്. മറ്റ് പ്ലാന്റ് ഫ്ലവറിംഗ് ഹോൾസുകളുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ആരായിരിക്കും? നമ്മുടെ ഈ ഓവറി ആയിരിക്കും. ബാക്കിയുള്ള നമ്മുടെ ഇതളുകളും അതുപോലെ തന്നെ കാലിക്സുകളൊക്കെ എന്തായിരിക്കും? ഇത് കണ്ടോ, ഇതാണ് ഓവറിയുടെ ലെവല്. ഓവറിന്റെ ലെവൽ ഇതാണ്. ഓവറിയുടെ ലെവൽ ഇതാണ്. ബാക്കിയുള്ള പെറ്റൽസും സെപ്പൽസ് ഒക്കെ അതിന്റെ താഴെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റിലാണ് ആര് കാണുന്നത്? നമ്മുടെ ഓവറി സുപ്പീരിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഡ്രൂപ്പിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ക്യാരക്ടേഴ്സുകൾ. എന്തൊക്കെയാണ്? അവർ സിംഗിൾ സെൽഡ് ആയിരിക്കും. ഒരു മോണോ കാർപ്പലിൽ നിന്നും ആയിരിക്കും ദേ വിൽ ഡെവലപ്പ് ഫ്രം എ മോണോ കാർപ്പലറി ഫ്രൂട്ട് ആയിട്ടായിരിക്കും അവർ ഡെവലപ്ഡ് ആവുക. ആൻഡ് ഓൾസോ അവരുടെ ഓവറി എങ്ങനെയായിരിക്കും? സുപ്പീരിയർ ഓവറി ആയിരിക്കും. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ഓരോ ഡ്രൂപ്പ് ഫ്രൂട്ടിനെ നോക്കാം. ഫസ്റ്റ് വൺ ആണ് നമ്മുടെ മാംഗോ അഥവാ മാങ്ങ. ഓക്കെ, ഇവരെ സംബന്ധിച്ച് നോക്കിക്കേ, ഇവരുടെ നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ, ഓരോ ഫ്രൂട്ടിന് മെയിൻ ആയിട്ട് 3 ഇതുണ്ട്. പെരികാർപ്പ് തന്നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പുറമെയുള്ള ആളാണ് ആര്? നമ്മുടെ എപ്പികാർപ്പ്. എപ്പികാർപ്പ് ഏതായിരിക്കും? നമ്മുടെ മാംഗോയുടെ മാംഗോയുടെ വളരെ ലൈറ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള തോലില്ല, അല്ലെങ്കിൽ സ്കിന്ന് പറയില്ലേ, അതാണ് ഇത് നമ്മുടെ എപ്പികാർപ്പ്. സ്കിന്നായിരിക്കും ആര്? നമ്മുടെ മാംഗോന്റെ എപ്പികാർപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിങ് ആണല്ലേ. ഇനി നോക്കിക്കേ, നടുക്കത്താള് ഔട്ടർ ആരാ? എപ്പികാർപ്പ്. അതെങ്ങനെയാ? വളരെ തിന്നായിട്ടുള്ള ആളാണ്. ദേ വർ റിയലി തിൻ ഇൻ കണ്ടീഷനിലായിരിക്കും. അതേസമയം നമ്മുടെ ഉള്ളിലത്തെ മിഡിൽ ഭാഗക്കാരനായിട്ടുള്ള ആൾ എങ്ങനെയായിരിക്കും? എഡിബിൾ ആയിട്ടുള്ള ഫ്ലഷി പാർട്ടായിരിക്കും. അതാണ് ആര്? നമ്മുടെ മാങ്ങയുടെ പൾപ്പ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അവരുടെ കഴിക്കാൻ പറ്റുന്ന ഭാഗം. നമ്മൾ മാങ്ങ കഴിക്കുന്നത് എങ്ങനെയാ? അരിഞ്ഞ് ഒരു ഫ്ലഷ് ആണല്ലേ നമ്മൾ കഴിക്കുന്നത്. അത്തരത്തിലുള്ള എഡിബിൾ ആയിട്ടുള്ള ഫ്ലഷി പാർട്ടാണ് ഇത് മിഡിലിൽ കാണുന്ന നമ്മുടെ മീസോകാർപ്പ്. അവരെങ്ങനെയായിരിക്കും? ഈ ഭാഗമില്ലേ, ഇതാണ് കേട്ടോ. അവരെങ്ങനെയായിരിക്കും? എഡിബിൾ ആയിരിക്കും അല്ലെ. എഡിബിൾ ആയിട്ടുള്ള ഈറ്റിംഗ് ആയിട്ടുള്ള ഫ്ലഷി പാർട്ട് ആയിരിക്കും ആര്? മാംഗോന്റെ മീസോകാർപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി ഏറ്റവും ഉള്ളിലുള്ള ഭാഗം ഏതാ? എൻഡോ, അകത്തെ ഭാഗം. അതെങ്ങനെയായിരിക്കും? അതെന്താ? നമ്മുടെ മാങ്ങാണ്ടി സീഡ് പറയത്തില്ലേ, നമ്മുടെ സീഡ് എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി റിയലി സ്റ്റോണി ഹാർഡ് ആയിരിക്കും അല്ലെ. ഇന്നറിലുള്ള എൻഡോകാർപ്പ് സ്റ്റോണി ആൻഡ് ഹാർഡ് ആയിട്ടുള്ള ആളായിരിക്കും. അപ്പോ ഒരു മാംഗോ എന്ന് പറയുന്ന ഡ്രൂപ്പ് ഫ്രൂട്ടിൽ നോക്കുമ്പോ ഇറ്റ്സ് എ ഡ്രൂപ്പ് അല്ലെ. ആ ഡ്രൂപ്പിലെ ഏറ്റവും പുറംഭാഗമായ സ്കിന്നാണ് അവിടുത്തെ എപ്പികാർപ്പ്. ഉള്ളിൽ കഴിക്കുന്ന ഫ്ലഷ് ആണ് അവിടുത്തെ മീസോകാർപ്പ്. അവരുടെ സീഡാണ് സ്റ്റോണി ഹാർഡ് ആയിട്ടുള്ള എൻഡോകാർപ്പ്. ഇനി നോക്കിക്കേ, രണ്ടാമത്തെ ഡ്രൂപ്പ് നമ്മൾ ആരെയാ ഡിസ്കസ് ചെയ്തത്? രണ്ടാമത്തെ ഡ്രൂപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കോക്കനട്ട് ആണ് അല്ലെ. കോക്കനട്ടില് പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നുമില്ല, നേരത്തെ പോലെ തന്നെയാണ്. പക്ഷെ അവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാല് അവരുടെ മീസോകാർപ്പ് എങ്ങനെയാടാ? ഫൈബറസ് ആയിരിക്കും അല്ലെ. അവരുടെ മീസോകാർപ്പ് ഇങ്ങനെ ഫൈബറസ് ആയിരിക്കും. ഇങ്ങനെ കുറെ
എന്താ അവിടെ ഉള്ളത്? നമ്മുടെ ചകിരി ഇല്ലേ, ചകിരിയാണ് അവിടുത്തെ മീസോകാർപ്പ് എന്ന് പറയുന്നത്. പക്ഷേ മാംഗോനെ സംബന്ധിച്ച് മീസോകാർപ്പ് ആരായിരുന്നു? മാംഗോന്റെ കേസിലാണെങ്കിൽ അവിടുത്തെ മീസോകാർപ്പ് എന്തായിരുന്നു? ഫ്ലഷി ആയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു അല്ലേ. പക്ഷേ മീസോകാർപ്പ് ഓഫ് കോക്കനട്ട് എങ്ങനെയായിരുന്നു? ഇറ്റ് ഈസ് ഫൈബറസ് ആയിട്ടുള്ള ആളായിരുന്നു. പിന്നെ സീഡ് വരുമ്പോഴും അതിൻ്റെതായ മാറ്റങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഫ്രൂട്ട്സിലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പെരികാർപ്പിന്റെ ക്യാരക്ടേഴ്സുകളായിരിക്കും കാണിക്കുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സീഡിനെ പറ്റിയിട്ടാണ് കേട്ടോ. സീഡ് എന്ന് പറയുമ്പോൾ എന്താ? വിത്ത് അല്ലേ. നമുക്കറിയാം ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോഴാണ് പുതിയൊരാളുണ്ടാവുന്നത് അല്ലെ. പുതിയൊരു ചെടി അതിൽ നിന്നാണ് വികസിക്കുന്നത് ഒരു സീഡ്. ആ സീഡ് എന്താണ്? നമ്മള് മണ്ണിൽ പാകി വെള്ളമൊക്കെ ഒഴിച്ചു എല്ലാം കൊടുത്തു. കുറച്ചു ദിവസം കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ സീഡ് എന്താവോടാ? ഈ സീഡ് ഇങ്ങനെ മുളച്ച് ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ. അങ്ങനെ ഈ ജെർമിനേഷന്റെ ഭാഗമായിട്ട് ഇവരെന്താവും? റൂട്ട് സിസ്റ്റവും ഇവര് ഷൂട്ട് സിസ്റ്റവും ആയിട്ടാണ് ഡെവലപ്ഡ് ആവുന്നത് അല്ലെ. അപ്പോ ഇങ്ങനെ പോകുമ്പോ ഇവരെ നമ്മൾ വിളിക്കുന്ന എന്താണ്? ഇവര് റാഡിക്കളും ഇവര് പ്ലിമ്യൂളും ആണ് അല്ലെ. റൂട്ട് സിസ്റ്റം ഷൂട്ട് സിസ്റ്റം ഡെവലപ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ അതിന് സഹായിക്കുന്ന ആളാണ് ആര്? നമ്മുടെ സീഡ് എന്ന് പറയുന്നത്. ഇനി ഈ സീഡ് ഒരു ഫ്രൂട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവര് വളർന്ന് അതൊരു ചെടിയായി, ആ ചെടിയിൽ ഒരു ഫ്രൂട്ട് ഉണ്ടായി, അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ കുഞ്ഞു കുഞ്ഞു വിത്തുകളില്ലേ, അവര് പിന്നീട് എന്തായി മാറുന്നു? ഈ ഒവ്യൂൾസുകള് ഫെർട്ടിലൈസ് ചെയ്തിട്ട് എന്തായി മാറുന്നത്? സീഡ്സുകളായിട്ട് മാറുന്നത്. ഇവിടെ ഒവ്യൂൾസുകളായിട്ടാണ് ഇവർ കാണപ്പെടുന്നത്. അപ്പൊ എന്ത് പറ്റും? ഫെർട്ടിലൈസേഷന് ശേഷം സീഡ് ഉണ്ടാവുന്നു. അതേസമയം ഓവറിന്റെ കേസിൽ ആരെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ ഫെർട്ടിലൈസേഷന് ശേഷം ഓവറി എന്തായി മാറുന്നു? നമ്മളുടെ ഫ്രൂട്ട്സുകളായി മാറുന്നു. ഒവ്യൂൾസുകളാണെങ്കിൽ ഇറ്റ് വർ ടേൺ ഇൻടു എന്തായി മാറുന്നു? സീഡ്സും. ഓവറി ആണെങ്കിൽ ഫ്രൂട്ട് ആയിട്ട് മാറുന്നു. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ടായി മാറുന്ന ആൾക്കാരായിരുന്നു ആര്? നമ്മുടെ പാർത്തനോകാർപ്പിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ്. ഓക്കെ, അപ്പോ സീഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സീഡ് എന്ന് പറഞ്ഞാല് ഒവ്യൂൾസുകളുടെ ഫെർട്ടിലൈസേഷന്റെ ഭാഗം അല്ലെങ്കിൽ ഫലമായിട്ടുണ്ടാവുന്ന ആളാണ് ആര്? സീഡ് എന്ന് പറയുന്നത്. ഈ സീഡിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു സീഡിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ഇങ്ങനെ കാണുന്ന ഈ ഒരു സീഡില്ലേ, ആ സീഡിന് ഏറ്റവും പുറമെ ആയിട്ട് ഒരു കോട്ടിംഗ് ഉണ്ടാവും. അതാണ് എന്ത്? സീഡ് കോട്ട്. എന്താണ്? സീഡ് കോട്ട്. ഓക്കെ, ആ സീഡ് കോട്ടാണ് ഈ ഞാൻ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇവരെന്താണ്? സീഡ് കോട്ട്. അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള ഇയാൾ ആരാണെന്നറിയോ? ഇയാളാണ് എന്ത്? എംബ്രിയോ. എന്താണ്? എംബ്രിയോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഒവ്യൂളിന്റെ ഉള്ളിൽ സേഫ് ആയിട്ടാണ് ആരെ വെച്ചിരിക്കുന്നത്? എംബ്രിയോനെ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇനി എംബ്രിയോയ്ക്ക് എന്ത് ചേഞ്ചാ സംഭവിച്ചതെന്ന് അറിയണ്ടേ? അപ്പൊ സീഡ് എന്തായി? ഒവ്യൂള് ഫെർട്ടിലൈസ് ചെയ്ത് എന്തുണ്ടാവുന്നു? സീഡ് ഉണ്ടാവുന്നു. സീഡിന് മെയിൻ ആയിട്ട് രണ്ട് ആൾക്കാരുണ്ട്. ഒരു സീഡ് കോട്ടും ഉണ്ട്, ഉള്ളിലൊരു ജീവന്റെ തുടുപ്പ് എന്നൊക്കെ പറയണ പോലെ ഒരു എംബ്രിയോയും അവിടെയാണ് നമ്മൾ സേഫ് ആക്കി വെച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഈ എംബ്രിയോനെ സംബന്ധിച്ച് എംബ്രിയോ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എംബ്രിയോ നമ്മുടെ റാഡിക്കലിൽ നിന്നുമാണ് എംബ്രിയോ ഡെവലപ്ഡ് ആവുന്നത്. പിന്നെ എന്താണ്? അവർക്കൊരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്, അതായത് ഒരു ആക്സിസ് ഉണ്ട്. എംബ്രിയോ ഹാവ് ആൻ ആക്സിസ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എംബ്രിയോണൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. അവിടെ ഒന്നോ രണ്ടോ കോട്ടിലിഡൻസുകൾ ഈ എംബ്രിയോണൽ ആക്സിസിൽ നമുക്ക് കാണാൻ പറ്റും. അത്തരത്തില് ഒരു കോട്ടിലിഡൻ ആണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മോണോകോട്ടിലിഡൻ. മോണോകോട്ടിലിഡൻ. മോണോ ഒറ്റയ്ക്ക്, മോൺസ്റ്റർ. ഓക്കെ, അതേസമയം രണ്ട് കോട്ടിലിഡൻസ് ആണെങ്കിൽ നമ്മൾ അവരെ ഡൈകോട്ടിലിഡൻസ് എന്ന് വിളിക്കും. മോണോകോട്ടിലിഡൻ ഒരു എക്സാമ്പിൾ ആണ് ആര്? നമ്മുടെ വീറ്റ്, മെയ്സ്, ധാന്യങ്ങളൊക്കെ ഇല്ലേ, ഗോതമ്പുകളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നേ? ഗോതമ്പ്, അതുപോലെ തന്നെ നമ്മുടെ മെയ്സ്, നമ്മുടെ ചോളം, ഇങ്ങനെയല്ലേ ചോളം ഇരിക്കുന്നേ? ഓക്കെ, ചോളം. അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ്? അവർക്ക് എന്താടാ ഒരു കോട്ടിലിഡന് അറ്റ് എ ടൈം ഉണ്ടാവത്തുള്ളൂ. അതേസമയം നമ്മുടെ അതായത് അത് പൊളിച്ച എന്താ പിളരത്തില്ല അല്ലെ. എങ്ങനെ കട്ട് ചെയ്താലും അതൊരൊറ്റ പീസായിട്ട് തന്നെ ഇരിക്കും. അതിനൊരു സിബ്ലിങ് പോലെ അല്ലെങ്കിൽ എന്താ പറയുക ട്വിങ് പോലെ വേറെ അതേ ഒരാളെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. പക്ഷേ ഡൈകോട്ടിലിഡൻസുകളായ രണ്ട് കോട്ടിലിഡൻസുകളുള്ള
ഗ്രാം അഥവാ പി. നമ്മുടെ പയറൊക്കെ ഇല്ലേ, പയറ്, അമരപ്പയറ്, ഉഴുന്ന്, ഇവരുടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവര് നമുക്ക് ഇങ്ങനെ പൊളിച്ച് രണ്ടാക്കാൻ പറ്റും അല്ലെ? മൂണ്ടാളൊക്കെ കണ്ടിട്ടില്ലേ? ഒരു ഗ്രാം തന്നെ രണ്ടാക്കി മുറിച്ച് വെച്ചിരിക്കുക. അപ്പൊ അത്തരത്തില് 2 പീസായിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാരാണ് ആര്? ഡൈകോട്ടിലിഡൻസുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോ എംബ്രിയോയുടെ ഇത് മനസ്സിലായല്ലോ. എംബ്രിയോ ഇസ് ഡെവലപ്ഡ് ഫ്രം റാഡിക്കൽ ആണ്. അവർക്ക് ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും. ആ ആക്സിസിൽ 1 or 2 കോട്ടിലിഡൻസ് കാണാൻ പറ്റും. ഒരു കോട്ടിലിഡൻ ആണെങ്കിൽ അവരെ നമ്മൾ മോണോകോട്ടിലിഡൻ എന്നും. അതിന്റെ എക്സാമ്പിൾസുകളാണ് നമ്മുടെ ധാന്യങ്ങൾ, മെയിൻലി വീറ്റ്, മെയ്സ് ഒക്കെ വരുന്നത്, ചോളമൊക്കെ വരുന്നത്. പിന്നെന്താ, ഡൈകോട്ടിലിഡൻസ് ആണെങ്കിൽ 2 കോട്ടിലിഡൻസുകൾ ഉണ്ടാവും. എക്സാമ്പിള് ഗ്രാമും പിയും ആയിരിക്കും. അപ്പൊ നമുക്ക് ഓരോ സീഡ്സിനെയും പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കിക്കേ. അപ്പൊ ഫസ്റ്റ് വണ്ണാണ് ആര്? ഡൈകോട്ടിലിഡൻ സീഡ്സുകൾ എന്ന് പറയുന്നത്. ഡൈകോട്ടിലിഡൻ സീഡ്സുകൾ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഔട്ടർ മോസ്റ്റ് കവറിംഗ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്ത് തന്നെയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ ആരാ? സീഡ് കോട്ട് അല്ലെ? ഈ സീഡ് കോട്ടിന് പിന്നെയും ഉണ്ട് 2 ലെയേഴ്സ്. സീഡ് കോട്ട് ഒന്നല്ല, അതിന് 2 കുഞ്ഞു ലെയേഴ്സുകളുണ്ട്. അതാണ് ആര്? ടെസ്റ്റയും ടെഗ്മനും. എന്താ? ടെസ്റ്റ ടെഗ്മൻ ബോത്ത് ആർ ടി. ഓക്കെ, അപ്പൊ എന്താണ്? ആ സീഡ് കോട്ടിന് 2 ലെയേഴ്സ് ഉണ്ട്. അവരാണ് ആര്? ടെസ്റ്റയും ടെഗ്മനും. പിന്നെ എന്താണ്? ഈ സീഡ്സുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡൈകോട്ടിലിഡൻ സീഡ്, ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തേക്കണ ഒരാളെ കൊടുക്കാം. ലവ് ഷേപ്പ് അല്ല കേട്ടോ, നമ്മുടെ കടലയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയല്ലാണോ കടലിരിക്കുന്നത്? ഓക്കെ, കിട്ടി. ഈ കടലയില്ലേ, ഈ കടല നിങ്ങൾക്ക് പൊളിക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ, ദേ ആർ എന്താ? ഡൈകോട്ടിലിഡൻ ആണ്. അവരുടെ ബോഡിയിൽ, അവരുടെ സീഡ് കോട്ടില് നിങ്ങൾക്ക് ഒരു സ്കാർ കാണാൻ പറ്റും. ആ സ്കാറിനെ വിളിക്കുന്ന പേരെന്താണ്? ഹീലം അഥവാ ഹൈലം, ഹീലം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോ ഈ ഹീലം എന്ന് പറയുന്നത് സീഡ് കോട്ടിലുള്ള ഒരു സ്കാർ ആണ്. ആൻഡ് ഈ സീഡ് ഡെവലപ്മെന്റും ഫ്രൂട്ടും ഒക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ഈ ഹിലത്തിലായിരിക്കും. അവരെന്തിനെ സീഡിന്റെ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സുകളുടെ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടും ആയിരിക്കും എന്തുണ്ടാവുക? കൈയിടിച്ചുകൊണ്ട്. അതായിരുന്നേ. ഓക്കെ, അപ്പോൾ സീഡ് ഡെവലപ്മെന്റും അതുപോലെ തന്നെ എന്താണ്? ഫ്രൂട്ട് എവിടെയാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ ഹിലത്തിലായിരിക്കും. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മുടെ ഈ സീഡില് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാവും. ആ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മൈക്രോപയൽ. ഇത് നിങ്ങൾ നേരത്തെ നമ്മുടെ പ്ലാന്റ്സുകളുടെ ഫെർട്ടിലൈസേഷൻ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഒക്കെ മെച്യൂർഡ് ആയിട്ട് നമ്മുടെ ഇത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ ഓവറി ഇവിടെ ഫുള്ളി എന്താണ്? ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ ആര് വരുന്നു? നമ്മുടെ പോളൻ ഗ്രെയിൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ഓപ്പണിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? അയ്യോ, വലിയ ഓപ്പണിംഗ് ആയിപ്പോയി. ഓക്കെ, ഇങ്ങനെ ഒരു കുഞ്ഞ് ഓപ്പണിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ കുഞ്ഞ് ഓപ്പണിംഗ് ആണ് എന്ത്? ഈ പറയുന്ന മൈക്രോപൈൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോപൈൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓപ്പണിംഗ് ആണ്. അതിലൂടെ എന്ത് നടക്കുന്നുണ്ട്? ഒരു ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിട്ട് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, എന്താണ് ഈ കോട്ടിലിഡന്റെ ഡ്യൂട്ടി? കോട്ടിലിഡൻ എന്താ ചെയ്യുന്നത്? 2 പീസാണ്, അല്ലെങ്കിൽ ഒരൊറ്റ പീസായിട്ട് പല പ്ലാന്റ്സുകളും പല ഇതായിട്ട് ഒന്നല്ലെങ്കിൽ 2 ആയിട്ട് കാണുമെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ആ കോട്ടിലിഡൻസ് ആക്ച്വലി എന്താ അവിടെ ചെയ്യുന്നത്? നമ്മൾ കഴിക്കുന്ന കടല, പയറ്, ഇവരൊക്കെ എന്താ? കോട്ടിലിഡൻസുകളാണല്ലേ. അതെന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ കഴിക്കും അല്ലേ. അപ്പോ ഈ കടല ആയാലും ഇവരായാലും അവരുടെ കോട്ടിലിഡൻസുകള് എന്താ ചെയ്തിരിക്കുന്നത്? അവിടെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. റിസർവ് ഫുഡുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് എന്ത്? കോട്ടിലിഡൻ എന്ന് പറയുന്നത്. ഫ്ലഷി ആയിരിക്കും, അതുപോലെ തന്നെ ഫുള്ളി എന്തായിരിക്കും? അവിടെ ഫുഡ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫുൾ ഓഫ് റിസർവ് ഫുഡ് മെറ്റീരിയൽസുകളായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോ ഈ എംബ്രിയോണൽ ആക്സിസിന് ഒരു 2 എൻഡുകളുണ്ട് അല്ലെ? മറ്റേ 2 ആണേ. ഓക്കെ, 2 എൻഡ്സുകൾ ഉണ്ടാവും. ആരൊക്കെയാണ്? റാഡിക്കലും പ്ലിമ്യൂളും. ഇവരെന്തായി മാറുന്നു? ഇവര് ഫ്രൂട്ടായി മാറുന്നു, ഇവര് സ്റ്റെമ്മായി മാറുന്നു. ഓക്കെ, അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡൈകോട്ടിലിഡൻ പ്ലാന്റ്സുകളിൽ നോക്കാനുള്ളത്. ഡൈകോട്ടിലിഡന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമ്മുടെ പി, ഗ്രാം, അവരൊക്കെയാണ് കേട്ടോ. ഇനി നോക്കിക്കേ, എൻഡോസ്പേം. എൻഡോസ്പേം എന്ന് പറഞ്ഞാല് നമ്മുടെ കാസ്റ്ററില്ലേ, കാസ്റ്റർ ചെടിയിലൊക്കെ എൻഡോസ്പേംസുകൾ നമുക്ക് കാണാൻ പറ്റും. എൻഡോസ്പേം ഉണ്ടാവുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷന്റെ ഭാഗമായിട്ടാണ്. ഇവര് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂവിന്റെ പേര്, അതായത് ഇവരുടെ ബോഡിയിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടിഷ്യൂ ഫോമിലാണ്
അതുകൊണ്ട് നമുക്ക് ഇവരെ എൻഡോസ്പെർമിക് സീഡ്സുകൾ എന്ന് വിളിക്കാൻ പറ്റും. ഇവരെ ഡബിൾ ഫെർട്ടിലൈസേഷന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നത്. എക്സാമ്പിൾ കാസ്റ്റർ ചെടികൾ നമുക്ക് പറയാം. ആൻഡ് ഓൾസോ ഇവരുടെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടിഷ്യൂ ആയതുകൊണ്ട് വി വിൽ കോൾ ദം ആസ് എൻഡോസ്പെർമിക് സീഡ്സുകൾ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഞാൻ നോക്കിക്കേ, നോൺ എൻഡോസ്പെർമസ് ആയിട്ടുള്ള സീഡ്സുകളും ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവരൊരിക്കലും മെച്ചുവേർഡ് സീഡ്സ് ആയിട്ട് മാറത്തില്ല അല്ലെങ്കിൽ കാണത്തില്ല. എക്സാമ്പിൾ നമ്മുടെ ബീൻ, ഗ്രാം പീ, ഇവരൊക്കെ ഏതിൽ വരുന്നതാണ്? എൻഡോസ്പെർമിക് സീഡ്സുകളിൽ വരുന്നതാണ്. ഇനി നോക്കിക്കേ, അടുത്തതാണ് നമ്മുടെ മോണോകോട്ടിലിഡൻ സീഡ്സ് അല്ലെ. ഡൈ ആണെങ്കിൽ 2 എണ്ണം, അപ്പൊ മോണോ ഏതാ? മോൺസ്റ്റർ 1 അല്ലെ. അപ്പൊ മോണോകോട്ടിലിഡൻസ് നോക്കിക്കേ, എൻഡോസ്പെർമിക് നോൺ എൻഡോസ്പെർമിക് എവിടെ കാണാൻ പറ്റും? മോണോകോട്ടിലിഡൻസിൽ കാണാൻ പറ്റും. ഇവരുടെ സീഡ് കോട്ട്സുകൾ മെമ്പറേനേഷ്യസ് ആണ്. അതായത് എന്താണ്? മറ്റേടത്ത് ആ കോട്ട്, നമ്മുടെ സീഡ് കോട്ടിന് 2 ലെയേഴ്സ് ഉണ്ടായിരുന്നു, ടെസ്റ്റൈൽ ടെഗ്മനും. പക്ഷേ നമ്മുടെ നമ്മുടെ മോണോകോട്ടിലിഡനിലാണെങ്കിൽ ഈ പറയുന്ന സീഡ് കോട്ട് എന്താണ്? മെമ്പറേഷ്യസ് ആണ് അല്ലെ, പാട പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ നോക്കിക്കേ, നമ്മുടെ they were fused with a fruit wall ആയിട്ട് ഫ്യൂസ്ഡ് ആയിരിക്കും. അവിടെ എന്താണ്? ഫ്രൂട്ടിനെ അങ്ങനെ തന്നെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ ഇവരെന്താണ്? ഫ്രൂട്ട് വോൾ ആയിട്ട് ഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. മറ്റേടത്ത് ജസ്റ്റ് ഒരു അറ്റാച്ച്മെന്റ്, ഇവരെന്താണ്? ക്ലബ് ചെയ്ത് ഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവരുടെ എൻഡോസ്പേം ബൾക്കിയും അതുപോലെ തന്നെ ഫുഡ് നല്ല രീതിയിൽ സ്റ്റോർഡും ആയിരിക്കും. ദെൻ ഇവർക്കൊരു ലെയർ ഉണ്ട്, അതാണ് ഇത് അല്യൂറോൺ ലെയർ. അല്യൂറോൺ ലെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ എൻഡോസ്പേമിനെ എവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു? എംബ്രിയോയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നു. ആ ലെയർ എന്ത് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുക? ഒരു പ്രോട്ടീനേഷ്യസ് ലെയർ ആയിരിക്കും. അപ്പോൾ ഒരു അല്യൂറോൺ ലെയർ ആർക്കുണ്ട്? മോണോകോട്ടിലിഡൻ സീഡ്സുകൾക്കുണ്ട്. ആൻഡ് they were made up of എന്താണ്? ഒരു പ്രോട്ടീൻ ലെയർ ആയിരിക്കും. അവരെന്താ ചെയ്യുന്നത്? എൻഡോസ്പേം സീഡ്സുകളെ എന്ത് ചെയ്യുന്നു? ഒരു തടം അല്ലെങ്കിൽ ഒരു സെപ്പറേഷനെ സഹായിക്കുന്ന ഒരു പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ലെയർ ആണ് ആര്? അല്യൂറോൺ ലെയർ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇവരുടെ എംബ്രിയോ എങ്ങനെയായിരിക്കും? വളരെ കുഞ്ഞതായിരിക്കും, വളരെ ചെറുതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എൻഡോസ്പേമിന്റെ ഒരു ഗ്രൂവിലായിരിക്കും ആര് കാണുന്നത്? ഈ മോണോകോട്ടിലിഡൻസുകളുടെ സീഡ്സുകൾ അല്ലെങ്കിൽ എംബ്രിയോസുകൾ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ എംബ്രിയോസുകൾ ഈ എൻഡോസ്പേമിന്റെ ഏതെങ്കിലും ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഗ്രൂവിലായിരിക്കും ആരിയ്ക്കുക? നമ്മുടെ എംബ്രിയോസുകൾ ഇരിക്കുക. ആൻഡ് ഓൾസോ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ക്യൂട്ടെല്ലം ആണ്. സ്ക്യൂട്ടെല്ലം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് ആൻഡ് ഷീൽഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു കോട്ടിലിഡൻ അവർക്ക് ഉണ്ടാവും. അതായത് വലിയ ഇങ്ങനെ ഒരു നല്ലൊരു ഷേപ്പില് നല്ലൊരു ഷീൽഡ് പോലെ. ഇപ്പൊ നിങ്ങൾ നേരത്തെ ഗോതമ്പ് കണ്ടാലും നമ്മുടെ ചോളമൊക്കെ കണ്ടാലും ഒരു ഷീൽഡ് പോലെ ഇങ്ങനെ പരന്ന് നല്ല ലാർജ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അവർ ആ ഒരു ഷീൽഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ക്യൂട്ടെല്ലം എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ റാഡിക്കൽ ആൻഡ് പ്ലൂമ്യൂൾ ഇവിടെയും ഉണ്ട്. മോണോകോട്ടിലിഡനിലാണ്, ഡൈകോട്ടിലിഡനിലാണെങ്കിലും ആ 2 ആക്സിസിലുള്ള ആൾക്കാരും ഇവിടെ ഉണ്ടാവും. ആര്? റാഡിക്കലും പ്ലൂമ്യൂളും. ആൻഡ് they were enclosed in a sheath. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോളിയോപെറ്റലും അതുപോലെ തന്നെ കോളിയോറൈസ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് മോണോകോട്ടിലിഡനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മോണോകോട്ടിലിഡൻ സീഡും ഡൈകോട്ടിലിഡൻ സീഡും. ഓക്കെ, അപ്പോ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? മോണോകോട്ടിലിഡന്റെ കേസ് പറഞ്ഞു. ഇവിടത്തെ പ്രധാന വ്യത്യാസങ്ങൾ എന്താ? സീഡ് കോട്ടിന്റെ ഒരു വ്യത്യാസമുണ്ട്. ഇവരുടെ മെമ്പറേനേഷ്യസ് ആണ്. പക്ഷേ ഇവരുടെ എങ്ങനെയാ? ഇവർക്ക് 2 ലെയേഴ്സുകളുണ്ട് അല്ലെ. ദേ ഹാവ് 2 ലെയേഴ്സ്, ടെസ്റ്റ ആൻഡ് ടെഗ്മൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഹീലിയം മൈക്രോപൈലൊക്കെ ഉള്ളപ്പോൾ അവർക്ക് മറ്റേതെന്തെങ്കിലും ഉണ്ടോ? കാരണം എന്താ? അവരൊരിക്കലും 2 അല്ല, അവർ ഒറ്റ ആയതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ സെപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ എന്താണ്? ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. മറിച്ച് ആ ഉള്ളത് തന്നെ എന്താ? വളരെ ബൾക്കി ആൻഡ് സ്റ്റോർഡ് ഫുഡായിട്ടാണ് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആൻഡ് ഇവരുടെ എംബ്രിയോ വളരെ ചെറുതാണ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ദി എൻഡോസ്പേമിലായിരിക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടാവുക? അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ വേറൊരു പ്രത്യേകത, ഇവരുടെ ഫ്രൂട്ട് വോള് ഫ്യൂസ്ഡ് ആയിരിക്കും. പക്ഷെ അവരുടെ ഫ്രൂട്ട് വോള് ഫ്യൂസ്ഡ് അല്ല, മറിച്ച് അവര് ആ ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് എന്താ ജസ്റ്റ് അറ്റാച്ച്ഡേ ഉണ്ടാവത്തുള്ളൂ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? എംബ്രിയോ പഠിച്ചു, സീഡ് പഠിച്ചു, കോക്കനട്ട് ഡ്രൂപ്പുകളുടെ 2 വെറൈറ്റീസ് കോക്കനട്ടും മാംഗോയും പഠിച്ചു. ആൻഡ് ഓൾസോ എന്താണ്? പെരികാർപ്പിലെ 3 ലെയേഴ്സുകൾ പഠിച്ചു. ആൻഡ് പിന്നെ നമ്മൾ ഫ്രൂട്ടിന്റെ മേജർ ക്യാരക്ടേഴ്സ് നോക്കി.
ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻ നമുക്ക് നോക്കിയാലോ. അതായത് ഒരു ചെടീനെ നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യുക, ടെക്നിക്കലി ആ ഫ്ലവറിന്റെ ഫ്ലോറൽ ഫോർമുല എന്ന് പറയും. ആ ഫ്ലോറൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ഒരു ചെടിയുടെ ഫുൾ ക്യാരക്ടേഴ്സ് നമുക്ക് എങ്ങനെ പഠിക്കാൻ നോക്കാം. ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ എന്താ പറയാ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു പുതിയൊരു കാര്യമായിരിക്കും. അതായത് ഫ്ലോറൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഒരു ചെടിയുടെ മൊത്തത്തിലുള്ള ജസ്റ്റ് ഒരു ഫ്ലോറൽ ഫോർമുല. ഓക്കെ, അതിനെ ഫ്ലോറൽ ഫോർമുല എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളിങ്ങനെ കെമിസ്ട്രിയിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ മാത്സിലൊക്കെ നമ്മൾ ഇക്വേഷൻസ് ചെയ്തിട്ടില്ലേ, അതുപോലെ അത്തരത്തിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും അല്ലേ. അതുപോലെ ജസ്റ്റ് ഒരു ചെറിയൊരു ഫോർമുല യൂസ് ചെയ്തിട്ട് ഒരു പ്ലാന്റിനെ പറ്റിയിട്ടുള്ള സകല ഫീച്ചേഴ്സുകളും പഠിക്കുന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, സെമി ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ടിപ്പിക്കൽ ഫ്ലവറിംഗ് പ്ലാന്റ്. ഒരു ടിപ്പിക്കൽ ഫ്ലവറിംഗ് പ്ലാന്റിന്റെ എന്താണ് ചെറിയൊരു ക്യാരക്ടറിസ്റ്റിക് ഒരു ഹിന്റ് തന്നിട്ട് അതിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. നോക്കാം. അപ്പൊ നോക്കിക്കേടാ, ഇത് നോക്കിക്കേ, ബ്രാസിയേറ്റ്, കാലിക്സ്, കൊറോള, പിന്നെന്താ പെരിയാൻഡ്, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, സുപ്പീരിയർ ഓവറി, ഇൻഫീരിയർ ഓവറി. ഈ വേർഡ്സ് ഒക്കെ നമ്മൾ നേരത്തെ സിമിലർ ആണ് ഈ ടേംസ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവരെ നമുക്ക് ഓരോ ആൾക്കാരെ നമ്മൾ ഓരോ റെപ്രസെന്റേഷനിലൂടെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, ബ്രാസിയേറ്റ് ആണെങ്കിൽ BR എന്ന് ഡിനോട്ട് ചെയ്യും. കാലിക്സ് എന്താണ്, കാലിക്സ് എന്തായിരുന്നു, കാലിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലവറിലെ എന്താ സെപ്പൽസുകളാണ് അല്ലെ. കാലിക്സ് ആണ് പിന്നീട് എന്തായി മാറുന്നത്, സെപ്പൽസുകളായി മാറുന്നത്. എല്ലാം റീകോൾ ചെയ്തെടുക്കണേ. ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചതെല്ലാം നമ്മൾ എന്താ റിവൈൻഡ് ചെയ്ത് നോക്കണം, അതർവൈസ് നമുക്ക് ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അടുത്തത് ആരാണ്, നമ്മുടെ കൊറോള. ആരാണ്, നമ്മുടെ ചെടിയുടെ ഇതളുകൾ അല്ലെ, അല്ലെങ്കിൽ ഒരു ഫ്ലവറിന്റെ ഇതളുകൾ അല്ലെങ്കിൽ പെറ്റൽസുകൾ. അപ്പൊ കൊറോള എന്തായി മാറുന്നു, പെറ്റൽസുകളായി മാറുന്നുണ്ട്. പിന്നെന്താ പെരിയാന്ത്. പെരിയാന്ത് എങ്ങനെയാ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, P ആയിട്ട്. പിന്നെ നമ്മുടെ ഇവർ രണ്ടുപേരും ആക്സസറി ഓർഗൻസുകളായിരുന്നു. അപ്പൊ എല്ലാം ജസ്റ്റ് റീകോൾ ചെയ്തെടുക്കുക. ഇവർ രണ്ടുപേരും ആരായിരുന്നു, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസുകളായിരുന്നു അല്ലെ. ഇവര് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ട്. ആൻഡ്രീഷ്യം നമ്മൾ A ആയിട്ടും ഗൈനീഷ്യം നമ്മൾ G ആയിട്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ. ഇവരിൽ ആരുണ്ടാവും, പ്രധാനമായി ആന്തർ അഥവാ പോളൻ ഗ്രെയിൻസ്. ഗൈനീഷ്യം എന്താണ്, ഓവറി അഥവാ ഫീമെയിൽ പാർട്ടാണ് അല്ലെ. ദെൻ ഈ ഓവറിനെ നമ്മൾ 3 ടൈപ്പ് ഓവറി പഠിച്ചില്ലായിരുന്നോ, സൈഗോമോർഫിക്, സോറി അത് മറ്റേ കട്ടിങ് ആണല്ലേ. നമ്മുടെ ഓവറീസിന്റെ കേസിൽ നമ്മൾ 3 ടൈപ്പ് ഗ്യാമസുകൾ, ഹൈപ്പോഗ്യാമസ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോ സുപ്പീരിയർ ഓവറി, ഇൻഫീരിയർ ഓവറി, പിന്നെ ഏതാണ് ഒരു ഓവറിയും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാതെ ഇപ്പൊ. അപ്പൊ നോക്കിക്കേ, നമ്മുടെ സുപ്പീരിയർ ഓവറിന്റെ കേസിൽ എന്തായിരുന്നു, ഓവറി ഷുഡ് ബി എന്താണ്, ഓവറി ആയിരിക്കും എന്താ ഏറ്റവും മേലെ നിൽക്കുന്നത് അല്ലെ. ഓവറി ആയിരിക്കും ഹോൾസുകളിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അതിന് താഴെ ആയിരിക്കും നമ്മുടെ പെറ്റൽസുകളും അതുപോലെ സെപ്പൽസുകളൊക്കെ ഉണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള ഓവറിനെ ഡിനോട്ട് ചെയ്യണ എങ്ങനെയാ നോക്കിക്കേ, G വരച്ചിട്ട് താഴെ G വിൽ ബി ദ ഹെഡ്. ഹെഡ് ആരായിരിക്കും, ഓവറി ആയിരിക്കും, ഗൈനീഷ്യ ആയിരിക്കും. അതുകൊണ്ടിട്ട് എന്താണ്, G എന്താ ടോപ്പിലാണ്. അപ്പോൾ G ഒരു ഹെഡ്ലൈൻ ആയിട്ട് ഓർക്കുക. ഇനി ഇൻഫീരിയർ ഓവറി. ഇൻഫീരിയർ ഓവറി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഗൈനീഷ്യം എവിടെയായിരിക്കും, മറ്റു ഹോൾസുകളുടെ. ഗൈനീഷ്യം ഷുഡ് ബി മറ്റു ഹോൾസുകളുടെ പാവം ഏറ്റവും താഴെ ആയി പോവാറ് നമ്മുടെ ഗൈനീഷ്യം അല്ലെ. പെറ്റൽസുകളും സെപ്പൽസുകളും കൊണ്ട് എന്താ മടങ്ങിയിട്ട് എന്താ ഗൈനീഷ്യം ഏറ്റവും താഴെ ആയിരിക്കും. അത്തരത്തിലുള്ള ഗൈനീഷ്യം നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നേ. ഗൈനീഷ്യം അണ്ടറിലായി പോവും, ഒരു ലൈനിന്റെ അണ്ടറിൽ കീഴിലായി പോവുകാര് നമ്മുടെ ഗൈനീഷ്യം. ഓക്കെ, അപ്പൊ ആരൊക്കെ ഉണ്ട്, ബ്രാസിയേറ്റ് BR ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. ബ്രാസിയേറ്റ് ഒരു മിനിറ്റ്, ബ്രാസിയേറ്റ് നമ്മൾ BR ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. കാലിക്സ് K, കൊറോള C, പെരിയാന്ത് P, ആൻഡ്രീഷ്യം A, ഗൈനീഷ്യം G. സുപ്പീരിയർ ഓവറി ആണെങ്കിൽ G അണ്ടർലൈൻ്റെ അതായത് G മേലെ അണ്ടർലൈൻ താഴെയും വരും. ഇൻഫീരിയർ ഓവറി ആണെങ്കിൽ ഗൈനീഷ്യം Gന്റെ മേലെ ആര് വരും, നമ്മുടെ ലൈൻ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇനിയുണ്ട്. ഓക്കെ, നോക്കിക്കേ, മെയില് ഫീമെയില് ഇവരൊക്കെ എന്താ, മെയിൽ ഇതിൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും ഫ്ലവറിന്റെ. മെയിൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും,
മെയിൽ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, ഫീമെയിൽ ആണെങ്കിൽ മെയിൽ ആണെങ്കിൽ ജസ്റ്റ് ഒരു ആരോ, ഫീമെയിൽ ആണെങ്കിൽ ഇങ്ങനെ. ഓക്കെ, ഇനി ഒരു ഫ്ലവറിൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവർ എന്ത് വിളിച്ചിരുന്നു? ബൈസെക്ഷൽ എന്ന് വിളിച്ചിരുന്നു അല്ലേ? അപ്പൊ ഇത് എങ്ങനെയായിരിക്കും? നമ്മുടെ മെയിലും ഫീമെയിലും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ബൈസെക്ഷലിനെ എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നതോ ഇങ്ങനെ. ആദ്യം നമ്മൾ ഫീമെയിൽ വരയ്ക്കാം, എന്നിട്ട് എന്താ മെയിലിന്റെ ആരോ ഇടുക. ഇതാണ് എന്ത്? ബൈസെക്ഷൽ. ഓക്കെ, മെയിൽ ആണെങ്കിൽ ഇങ്ങനെ, ഫീമെയിൽ ആണെങ്കിൽ ഇങ്ങനെ. അത് രണ്ടും ഉണ്ടെങ്കിൽ എന്താണ്? ബൈസെക്ഷൽ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഇനിയും ഉണ്ടല്ലേ ആക്ടിനോമോർഫിക്, സൈഗോമോർഫിക് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ഓക്കെ, അപ്പോ ക്ലിയർ ആയല്ലോ? മെയില്, ഫീമെയില്, ബൈസെക്ഷല്. ഇനി ആക്ടിനോമോർഫിക് എന്തായിരുന്നു? ആക്ടിനോമോർഫിക് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് എന്താ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടുന്നതായിരുന്നു അല്ലേ ആക്ടിനോമോർഫിക് എന്ന് പറയുന്നത്. അവരെ നമ്മളിതോ ഇങ്ങനെ, നമ്മുടെ റെഡ് ക്രോസിന്റെ ഒക്കെ സൈൻ ഇല്ലേ, ഹോസ്പിറ്റൽ സൈൻ, ഒരു കുരിശ് പോലെ നമുക്ക് വരക്കുന്നതാണ് എന്ത്? ആക്ടിനോമോർഫിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആക്ടിനോമോർഫിക്കിന്റെ സൈൻ അഥവാ സിമ്പൽ എങ്ങനെയാടാ? ആക്ടിനോമോർഫിക്കിൻ്റെത് ഇങ്ങനെയാണ്. ആക്ടിനോമോർഫിക്കിന്റെ ഏത് റേഡിയൽ പ്ലെയിനിലൂടെ വരച്ചാലും ഈക്വൽ ഹാഫ്സുകൾ കിട്ടുന്നു. അതേസമയം സൈഗോമോർഫിക് എങ്ങനെയാണ്? കണ്ടോ, പെർസെൻറ്റേജിലാണ് നമ്മൾ അവരെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ട് ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന്റെ ക്യാരക്ടേഴ്സുകൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലോറൽ ഡയഗ്രാം എന്താണ്? ആ ഫ്ലോറൽ ഡയഗ്രാം ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്ലോറൽ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ആരുടെയാണ്? നമ്മുടെ മസ്റ്റാർഡിന്റെ ഫ്ലോറൽ ഡയഗ്രാം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് ആ ഫ്ലവറിന്റെ ഫ്ലോറൽ പാർട്സുകൾ അറിയാൻ പറ്റും. പാർട്സുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പുറമേയുള്ള ഇങ്ങനെ ഒരു ഗ്രീൻ കളർ ഇല്ലേ, ഇങ്ങനെ ഒരു ഗ്രീൻ കളർ ഇല്ലേ, ഇവരായിരിക്കും ആര്? നമ്മുടെ കാലിക്സ് എന്ന് വിളിക്കുന്നത്. ആരാണ്? കാലിക്സ്. ആ കാലിക്സിന് അവിടെ നിന്ന് തന്നെ നമുക്ക് അവരുടെ ഇതും അറിയാൻ പറ്റും അല്ലേ? ഏതാണ്? അവരുടെ എസ്റ്റിവേഷൻ നമുക്ക് അറിയാൻ പറ്റുന്നില്ലേ? കണ്ടോ, എസ്റ്റിവേഷൻ എങ്ങനെയാ ഇരിക്കുന്നത്? ക്രിസ് ക്രോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതും ഒരേ ഷേപ്പിലാണോ ഇരിക്കുന്നത്? അല്ല, വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഏതായിരിക്കും? വാലിയേറ്റഡ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പോൾ പുറമേയുള്ള ആൾക്കാർ ആരായിരുന്നു? നമ്മുടെ കാലിക്സ് ആയിരുന്നു. പിന്നെ കാലിക്സ്. ഇനി ഉള്ളിലുള്ള ഒരു ലൈറ്റ് യെല്ലോ കളർ ആൾക്കാരെ കണ്ടോ? അവരാണ് ആര്? സെപ്പല് കഴിഞ്ഞാൽ ആര് വരും? പെറ്റൽസുകൾ വരും. ഓക്കെ, പെറ്റൽസുകൾ. അങ്ങനെ ഓരോ ഫ്ലോറൽ പാർട്സുകളും നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. പിന്നെ അതെന്തോ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇപ്പൊ നോക്കിക്കേ, 1 2 3 4 സെപ്പൽസുകളാണ് ആർക്കുള്ളത്? ഇവർക്കുള്ള. അതുപോലെ തന്നെ 4 പെറ്റൽസുകളും ഇവർക്കുണ്ട്. പിന്നെന്താ അറിയാൻ പറ്റും? അവരുടെ ഫീമെയിൽ ആൾക്കാരെ ഇവർ ബൈസെക്ഷൽ അല്ലേ? നോക്കിക്കേ, ആക്ടിനോമോർഫിക് ആണ്. അവരുടെ ഫോർമുല നിങ്ങൾ നോക്കിയാലും മതി. അവരുടെ ഫോർമുല എങ്ങനെ കൊടുത്തിരിക്കുന്നത്? ആദ്യമേ കൊടുത്തിരിക്കുന്നത് എന്താണ്? ആക്ടിനോമോർഫിക് ആണ് അല്ലേ? നമ്മുടെ റെഡ് ക്രോസ് ലൈൻ ആക്ടിനോമോർഫിക് ആണ്. അതുപോലെ തന്നെ അവരെന്താ? ബൈസെക്ഷൽ ആണ്. അവരുടെ ബോഡിയിൽ ആരുണ്ട്? മെയിലും ഉണ്ട്, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ട്. പിന്നെ എന്താണ്? K2+2 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? K2+2 ആരാണ്? കാലിക്സ്. അതെന്തുകൊണ്ടിട്ടാ 2+2 കൊടുത്തിരിക്കുന്നത്? അത് മനസ്സിലായോ? കാരണം അവർ ഫ്യൂസ്ഡ് അല്ല. പക്ഷെ എന്താണ്? പൊക്കത്തും താഴത്തും 2 പേര് വെച്ച് പെയർഡ് ആയിട്ട് ട്വിസ്റ്റഡ് ആയിട്ട് ഇരിക്കുക അല്ലേ? അതുകൊണ്ടിട്ടാണ് അവരെന്താ K2+2 എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കാലിക്സ് കഴിഞ്ഞു ഇനി കൊറോള എത്ര എണ്ണം ഉണ്ട്? കൊറോള 4 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോ C4 എന്തുകൊണ്ടിട്ടാ C4 അങ്ങനെ കൊടുത്തേ? അവരുടെ കാലിക്സ് യെല്ലോ കളർ ഇല്ലേ, യെല്ലോ കളർ ഒരേപോലെ എന്താണ്? നോർമൽ എസ്റ്റിവേഷനാ. അതായത് വലിയ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്ത, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നമ്മുടെ ആദ്യത്തിലെ വാൽവേറ്റ് ആയിട്ടുള്ള എസ്റ്റിവേഷൻ ആയതുകൊണ്ടിട്ടാണ് കൊറോള എങ്ങനെ വന്നിരിക്കുന്നത്? ഒരുമിച്ചാണ്. അവർ ഒരേ പ്ലെയിനിലാണ്. അവർക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ അവരെന്താണ്? ഒരേപോലെയാണ്. സോ C4 ആണ്. പിന്നെ എന്താണ്? നമ്മുടെ ആൻഡ്രീഷ്യം അല്ലേ? ആൻഡ്രീഷ്യം നോക്കിക്കേ, ആൻഡ്രീഷ്യത്തിൽ 4 പേര് ഒരേ പൊസിഷൻ, ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്ന ആൾക്കാരില്ലേ? അതായത് നമ്മുടെ
ആൻഡർ. അവരെങ്ങനെയാണ് 4 പേര് ഒരേ പൊസിഷനിൽ, 2 പേരും പെരിഫറലും 4 പേര് എന്താണ് ഉള്ളിലുമാണ് അല്ലെ. അതുകൊണ്ടിട്ടാണ് ആൻഡ്രീഷ്യത്തിനെ നമ്മൾ എങ്ങനെ കൊടുത്തിരിക്കുന്നത് 2+4 ആക്കി കൊടുത്തിരിക്കുന്നത്. ആ ബട്ടർഫ്ലൈ പോലത്തെ ആൾക്കാരില്ലേ നമ്മുടെ ആൻഡ്രീഷ്യം, ഒരു മിനിറ്റ്, ഈ ബട്ടർഫ്ലൈ പോലത്തെ ആൾക്കാരില്ലേ, അവർ 2 എണ്ണം പെരിഫറല് പുറത്തോട്ടും ബാക്കി ആൾക്കാർ എന്താ ഉള്ളിലാണ്, ബാക്കി 4 പേരും. അതുകൊണ്ടിട്ടാണ് എന്ത് ഈ 2+ഉം ബാക്കി 4 ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ആൻഡ്രീഷ്യം 2+4 ആണ്. ആക്ടിനോമോർഫിക്ക എന്തുകൊണ്ടിട്ടാണ് ആ ഫ്ലവർ നമ്മൾ ഏത് റേഡിയൽ പ്ലെയിനിലൂടെ എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ്സുകൾ കിട്ടുന്നത് കൊണ്ട് ദേ ആർ ആക്ടിനോമോർഫിക്. അവർക്ക് ബോത്ത് ആൻഡ്രീഷ്യോ ഉണ്ട് ഗൈനീഷ്യോ ഉണ്ട് അല്ലെ. റെഡ് പോർഷൻ ഇല്ലേ, അവർ ഗൈനീഷ്യോ, ആ ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്നവരാണ് ആൻഡ്രീഷ്യം. അവരും ഒരുപോലെ ഉള്ളതുകൊണ്ട് ദേ ആർ ബൈസെക്ഷൽ. പിന്നെ എന്താ, അവരുടെ കാലിക്സ് എങ്ങനെയായിരിക്കുന്നത്, 2 പേര് പെരിഫറലും 2 പേര് ഉള്ളിലോട്ടും അല്ലെ. 2 പേരും 2 ആൾക്കാർ വെച്ചിട്ട് ഒരേ ഡിറക്ഷനിൽ ഒരേ പൊസിഷനിലായത് കൊണ്ടിട്ടാണ് 2 വ്യത്യസ്തമായി 2+2 കൊടുത്തിരിക്കുന്നത്. കാലിക്സ് എങ്ങനെയാണ്, ഒരേ റിമ്മിലാണ് അല്ലെ, പെരിഫറലും അല്ല ഇന്റീരിയറും അല്ല, ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ കൊറോള അഥവാ പെറ്റൽസുകൾ 4ലാണ് ഇരിക്കുന്നത്. ആൻഡ്രീഷ്യത്തിന്റെ കേസ് നോക്കിയേ, 2 പേര് പെരിഫറലും ബാക്കി 2 പേര് എന്താണ്, ആൻഡ്രീഷ്യത്തിന്റെ കേസിലാണെങ്കിൽ 2 പേര് പുറത്തും ബാക്കി 4 പേര് എങ്ങനെയാ ഉള്ളില് ഒരുപോലെ ഇരിക്കുന്ന ആൾക്കാരായ ഒരേ റിമ്മിലായത് കൊണ്ടിട്ടാണ് ആൻഡ്രീഷ്യം 2+4 കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഗൈനീഷ്യം ആണെങ്കിൽ എങ്ങനെയാണ്, ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ കണ്ടോ, ഒരു റെഡ് കളർ, അവർ 2 പേരേ ഉള്ളൂ, 2 പേരും ഒരേ പൊസിഷനിലാണ്. ഒരു മിറർ ഒരു നമ്മൾ നടുക്കൊരു മിറർ വെച്ചാൽ അതിന്റെ റിഫ്ലക്ഷൻ നമുക്ക് നേരെ കട്ട് ചെയ്യുമ്പോൾ പീസ് നോക്കി എങ്ങനെയാണ് അവർ ഒരേ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് എന്ത് വിളിക്കാം, ഗൈനീഷ്യം 2 അഥവാ G2 ആണ്. ഇനി നോക്കിക്കേ, ഗൈനീഷ്യം സുപ്പീരിയർ ആണ് അല്ലേ, അപ്പൊ എന്താ ഗൈനീഷ്യം G-2. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് വന്നിരിക്കുന്നത്, നമ്മുടെ ഈ ഫ്ലോറൽ ഫോർമുല, ഈ ഫ്ലോറൽ ഡയഗ്രത്തിൽ നിന്നും ഫ്ലോറൽ ഫോർമുല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് എന്തറിഞ്ഞു, അവരുടെ ഓരോരുത്തരുടെ നമ്പേഴ്സ് നമ്മൾ അറിഞ്ഞു, പിന്നെ അവരുടെ അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് അറിഞ്ഞു അല്ലേ, ഏത് എസ്റ്റിവേഷനിലാണെന്നും ഏത് രീതിയിലുള്ള കട്ടിങ് ആണ്, അതായത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, ഒരു പ്ലാന്റ് എങ്ങനെയൊക്കെ നമ്മൾ സിമെട്രി നോക്കി അവരുടെ ബൈസെക്ഷൽ ആണോ, ഏത് സെക്ഷൽ, അതായത് ബൈ ആണോ യൂണി ആണോ നമ്മൾ നോക്കി. അതുപോലെ തന്നെ കാലിക്സിന്റെ എണ്ണം, കാലിക്സിന്റെ പൊസിഷൻ, കൊറോളയുടെ എണ്ണം, പൊസിഷൻ, ആൻഡ്രീഷ്യത്തിന്റെ എണ്ണവും പൊസിഷനും, ഗൈനീഷ്യത്തിന്റെ പൊസിഷൻ. ഗൈനീഷ്യം എങ്ങനെയാ സുപ്പീരിയർ, ഉയർന്നങ്ങ് നിൽക്കുക. അവർ എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട്, ഒരേ റിം ആയതുകൊണ്ട് 2 എന്ന് മാത്രം നമ്മൾ എഴുതി. ഓക്കെ, അപ്പൊ ഇതാണ് ഇവരുടെ ഫ്ലോറൽ ഫോർമുല. അപ്പോ ദ പൊസിഷൻ ഓഫ് ആക്സസറി ആൻഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസുകൾ എല്ലാം നമുക്ക് അറിയാൻ പറ്റി അല്ലെ, ഒരൊറ്റ ഫോർമുലയിൽ കൂടെ. അപ്പൊ ഇതാണ് എന്ത്, ഫ്ലോറൽ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് ഫ്ലോറൽ ഫോർമുല എഴുതുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു ഫാമിലിനെ പറ്റി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അതാണ് ഇത് സോളനേസിയെ. ഈ സോളനേസി എന്ന് പറയുമ്പില്ലേ, നമ്മുടെ ഏറ്റവും എളുപ്പത്തിൽ ഓർക്കാനായിട്ട് നമ്മുടെ ചില്ലിയില്ലേ, മുളക് ചെടി ഓർത്താൽ മതി. ഇവരാണ് ഏറ്റവും വലിയ ഫാമിലി. ഈ ഫാമിലിയുടെ അണ്ടറിലാണ് കുറേ ചെടികൾ, ഭൂരിഭാഗം ചെടികളും വരുന്നത്. ഇവരെ നമ്മൾ പൊട്ടറ്റോ ഫാമിലി എന്ന് വിളിക്കും. ഇവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസുകൾ നമുക്ക് നോക്കിയാലോ. ഞാൻ പറഞ്ഞു വലിയൊരു ഫാമിലിയാന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടിട്ട് തന്നെ ദേ വർ ദ ബിഗ്ഗസ്റ്റ് സോഴ്സ് ഓഫ് ഫുഡ് സോഴ്സിന്റെ ഏറ്റവും വലിയൊരാളാണ് നമ്മുടെ സോളനേസി എന്ന് പറയുന്ന ഫാമിലി. എക്സാമ്പിള് ടൊമാറ്റോ, ബ്രിഞ്ചോൾ, ചില്ലി, ഇവരെയൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഫുഡ് സോഴ്സിന്റെ കേസ് ആയതുകൊണ്ട് നമ്മളിവിടെ ടൊമാറ്റോയും ബ്രിഞ്ചോളും എടുക്കുന്നു. ഇനി സ്പൈസിന്റെ കേസിലാണെങ്കിൽ അവിടെ ആര് വരുന്നുണ്ട്, ചില്ലി. ഞാൻ ആദ്യമേ ചില്ലി ഓർക്കാൻ പറഞ്ഞല്ലേ, ചില്ലി വരുന്നുണ്ട്. പിന്നെ മെഡിസിന്റെ കേസിലാണെങ്കിലോ ബെലാഡോണ, അശ്വഗന്ധ എന്നൊക്കെ പറയുന്ന ആയുർവേദ മരുന്നുകളൊക്കെ ഈ പറയുന്ന പൊട്ടറ്റോ ഫാമിലി, ലാർജസ്റ്റ് ഫാമിലി ആയിട്ടുള്ള സോളനേസിയുടെ അണ്ടറിൽ വരുന്നതാണ്. ആൻഡ് ഓൾസോ ഫ്യൂമിഗേറ്ററി ആണ്, അതായത് പുകയ്ക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൊബാക്കോ, പുകയിലേക്കില്ലേ, അവരൊക്കെ ഇതിൽ വരുന്ന സോളനേസിയ ഫാമിലിയിൽ വരുന്നതാണ്. ആൻഡ് ഓർണമെന്റൽ ആയിട്ട് പെറ്റൂണിയ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു വട്ടത്തിൽ നല്ല ഭംഗിയാ കാണാൻ, പല കളർ വേരിയന്റിലൊക്കെ ഉണ്ട്. ആ ചെടി
അപ്പൊ ഓർണമെന്റൽ ആയിട്ടുള്ളവരുണ്ട്, ഫ്യൂഗേറ്ററി ഉണ്ട്, മെഡിസിനൽ ഉണ്ട്, സ്പൈസസ് ആയിട്ടുള്ളവരുണ്ട്, ഫുഡ് സോഴ്സ്. ഇത്രയും വലിയ 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 സോഴ്സസുകളൊക്കെ ആരുടെ അണ്ടറിൽ വരുന്നുണ്ട്? നമ്മുടെ സോളനേസിയെ ദ ബിഗ്ഗസ്റ്റ് ഫാമിലി അല്ലെ ലാർജസ്റ്റ് ഫാമിലി അഥവാ പൊട്ടറ്റോ ഫാമിലി എന്ന് വിളിക്കുന്ന സോളനേസിയയിൽ വരുന്നുണ്ട്. കണ്ടോ? ഇതിപ്പോ നമ്മുടെ മറ്റേ ടുബാക്കോ പ്ലാന്റിന്റെ പൂവാണ്. ഇതാണ് മറ്റേ പിറ്റൂണിയ എന്ന് പറയുന്ന. അവർക്ക് ഇങ്ങനത്തെ വേറെ കുറെ ഗ്രേഡിയന്റുകൾ ഉണ്ട്. ഇങ്ങനെ വയലറ്റില് എവിടെ ഇതേ ഷേപ്പിൽ തന്നെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫുള്ള് വൈറ്റ് വെച്ച് ഇങ്ങനെ ലൈൻ പോലെ വരുന്ന ചെടികളും ആർക്കുണ്ട്? പിറ്റൂണിയൊക്കെ അങ്ങനെ കുറെ വെറൈറ്റീസ് ഓഫ് ചെടികൾ നമുക്ക് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇനി നോക്കിക്കേ, നമ്മുടെ പിറ്റൂണിയുടെ ഒരു ചെടി എടുത്താൽ അല്ലെങ്കിൽ ഒരു ഫ്ലവർ എടുത്താൽ അതിന്റെ വെജിറ്റേറ്റീവ് ക്യാരക്ടറും ഉണ്ടാവും. എന്താണ്? റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഫ്ലോറൽ ക്യാരക്ടേഴ്സും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവരുടെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ സോളനേസിയ എന്ന് പറയുന്ന ഫാമിലി, ഈ ഫാമിലിന് മോസ്റ്റ്ലി അവര് ഹെർബസ് ആയിരിക്കും. അതായത് കുഞ്ഞു ചെടിയായിരിക്കും, കുഞ്ഞു ചെടി ഫോം ആയിരിക്കും, ഹെർബ്സുകളായിരിക്കും. പിന്നെ കുറച്ചും കൂടി കുറ്റിച്ചെടികളായിട്ടുള്ള ഷ്രബ്സുകൾ ഉണ്ടാവും. ആൻഡ് ഓൾസോ വളരെ റെയർ ആയിട്ട് മാത്രം ആരെയും കാണാം? നമുക്ക് ട്രീസുകളെയും കാണാം. അപ്പോൾ സോളനേസിയ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അവർ ഹെർബ്സുകളാണ്, പിന്നെ ഷ്രബ്സുകളും കാണുന്നുണ്ട്. പിന്നെ വളരെ റെയർ ആയിട്ട് നമുക്ക് ആരെ കാണാം? ട്രീസിനെയും കാണാം. ഓക്കെ, ഇനി ഇവരുടെ സ്റ്റെം എടുത്ത് നമ്മൾ നോക്കിയാൽ, ഇവരുടെ തണ്ട് അല്ലെങ്കിൽ സ്റ്റെം എടുത്ത് നോക്കിയാൽ ഹെർബേഷ്യസ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഹെർബ്സുകൾ ഫോമിലായിരിക്കും ഇവർ കാണപ്പെടുക. നമ്മുടെ മുളക് ചെടിയൊക്കെ ഇല്ലേ, ഇങ്ങനെ ഹെർബ്സുകൾ പോലെയാണ് ഏറ്റവും കൂടുതൽ ആര് കാണുന്നത്? നമ്മുടെ അവരുടെ സ്റ്റെം മോസ്റ്റ്ലി അവർ ഹെർബേഷ്യസ് ആയിരിക്കും. വളരെ റെയർ ആയിട്ട് വുഡി ആയിട്ട്, അതായത് ട്രീസ് ആയിട്ട് കാണുള്ളൂ. ഇവരുടെ സ്റ്റെം പിന്നെ ഏരിയലാണ്, അതായത് നല്ല രീതിയിൽ എയർ പാസേജ് ഉള്ളവരാണ്. അവരുടെ സ്റ്റെം എന്ന് പറയുമ്പോഴേക്കും വളരെ വളരെ എയറേഷ്യസ് ആയിരിക്കും, എയർ നന്നായിട്ട് കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ഇറക്റ്റ് ആയിരിക്കും അല്ലെ, നല്ല വടിവത്ത് നല്ല സിലിണ്ട്രിക്കൽ ഷേപ്പിലായിരിക്കും. വേറെ കളർ എടുക്കാം. ഓക്കെ, സിലിണ്ട്രിക്കൽ ഷേപ്പിലായിരിക്കും ആരിയ്ക്കുക? ഈ പറയുന്ന സോളനേസിയയുടെ സ്റ്റെംസുകൾ ഇരിക്കുക. ആൻഡ് ബ്രാഞ്ച്ഡ് അല്ലേ? അവരിങ്ങനെ ബ്രാഞ്ച്ഡ് ആയിട്ട് ഇങ്ങനെ കുറെ ബ്രാഞ്ചസ് നമുക്ക് ആരിൽ കാണാൻ പറ്റും? നമ്മുടെ സോളനേസിയകളുടെ സ്റ്റെമ്മിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവരുടെ സ്റ്റെംസ് എങ്ങനെയാണ്? സ്റ്റെംസുകൾ മോസ്റ്റ് പ്രോബബ്ലി ഹെർബേഷ്യസ് ആയിരിക്കും. വുഡി ആയിട്ടുള്ളത് റെയർ ആയിരിക്കും. എയർ കടത്തിവിടാൻ സഹായിക്കും. നല്ല എയർ ഇതൊക്കെ ഉണ്ടാകും. നമ്മുടെ ജനാല പോലെ അവരുടെ ബോഡിയിൽ ഒരുപാട് കുഞ്ഞു ഏരിയൽ ആയിട്ടുള്ള സ്പേസ് ആയിരിക്കും. ദെൻ അവർ ഇറക്റ്റ് ആയിരിക്കും, സിലിണ്ട്രിക്കൽ ഇൻ ഷേപ്പ് ആയിരിക്കും. ആൻഡ് ഓൾസോ അവരുടെ ബ്രാഞ്ചസ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള, അവരുടെ സ്റ്റെം വിൽ ബി ബ്രാഞ്ച്ഡ് ആയിരിക്കും. ആൻഡ് ഇവരുടെ സ്റ്റെം സോളിഡും നല്ല കട്ടിയുള്ളതായിരിക്കും. ഇപ്പൊ നിങ്ങള് മുളകിന്റെ ഒക്കെ തണ്ട് പോയി എന്നിട്ട് പോയി ഒടിക്കരുത്, വീട്ടുകാർ തല്ലും നിങ്ങളെ. കാരണം മുളകൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് വീട്ടിൽ വളർത്തണല്ലേ. അപ്പൊ ആ തണ്ട് വളരെ സോളിഡ് ആയിരിക്കും, നല്ല കട്ടിയുള്ളതായിരിക്കും. പിന്നെ ഹോളോയും ആയിരിക്കും. അത്തരത്തിലുള്ള സ്റ്റെംസ് ആയിരിക്കും ആർക്ക് ഉണ്ടാവുക? സോളനേസിയക്ക് ഉണ്ടാവുക. പിന്നെ ഇവരുടെ ഹെയർസ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ തക്കാളിയൊക്കെ കണ്ടിട്ടില്ലേ? അതായത് സോളിഡ് ഓർ ഹാലോ. ഇപ്പോ നിങ്ങൾ മുളകിന് നോക്കിയാൽ നല്ല കട്ടിയുള്ളതായിരിക്കും. അതേസമയം തക്കാളിയിലേക്ക് നോക്കിയാൽ അത്യാവശ്യം കുറച്ച് ഇങ്ങനെ ഉള്ളു ഹോളോ ആയിട്ടായിരിക്കും ഇരിക്കുക ചില ചെടികളുടെ കേസിലാണെങ്കിൽ. പിന്നെ തക്കാളി ചെടിയിലൊക്കെ നമുക്ക് ഒരുപാട് കുഞ്ഞു ഹെയർസ് പോലെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കമ്പിളിപ്പതുപ്പിലുള്ള ഹെയർസ് പോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർസുകൾ, അല്ലെങ്കിൽ ഗ്ലാബേഴ്സുകളായിട്ടായിരിക്കും കാണപ്പെടുക. പിന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഇൻ പൊട്ടറ്റോ അല്ലെ? ചിലവരുടെ കേസിൽ ഇത് പൊട്ടറ്റോ ഫാമിലി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പൊട്ടറ്റോ എന്തായാലും സോളനേസിയയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിന്റെ താഴെ അണ്ടർഗ്രൗണ്ടിൽ ആരുണ്ടാവും? നമ്മുടെ പൊട്ടറ്റോസുകളുള്ള ടൈപ്പ് ഓഫ് ഫാമിലിയാണ് ഇവരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാമിലിയിൽ അണ്ടർഗ്രൗണ്ടിൽ എന്തുണ്ടാവും? പൊട്ടറ്റോ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇവരെ സൊളാനിയം ട്യൂബർസോമം എന്നും നമ്മൾ ഇവരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇവരുടെ നമ്മുടെ സോളനേസിയയുടെ സ്റ്റെമ്മിന്റെ ക്യാരക്ടേഴ്സുകൾ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നോക്കിക്കേ, ഇവരുടെ ലീഫ് ആണെങ്കിൽ their leaf will be alternate ആയിരിക്കും. ഇവരുടെ ലീഫ് എങ്ങനെയായിരിക്കും? ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും. അതായത് ഒരു സ്റ്റെം ഇരിക്കുമ്പോൾ ഇങ്ങനെ
പല പല ഇതളുകളായിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും കാണപ്പെടുക. അതുപോലെ തന്നെ അവരുടെ ലീഫ് വളരെ സിമ്പിൾ ആയിരിക്കും. കോമ്പൗണ്ട് ലീഫ് ഒന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലെ. ഇപ്പൊ തക്കാളിയിലായാലും തക്കാളിയുടെ ഇല കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മുടെ മുളകിന്റെ ഇലയാണ് ഏറ്റവും സുഖമായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ജസ്റ്റ് എങ്ങനെയാ, ഇങ്ങനെ ഒരു കുഞ്ഞ ഇലയാണ് അല്ലെ. തക്കാളി കുറച്ചും കൂടി ഷേപ്പ് ഒക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ എന്താണ്, റെയർലി കണ്ടോ, റെയർലി പിന്നേറ്റഡ് കോമ്പൗണ്ട് ആയിരിക്കും. നമ്മുടെ തക്കാളിയിലേക്ക് അത്യാവശ്യം അത്ര സിമ്പിൾ അല്ലാത്ത ഷേപ്പാണ് അല്ലെ, പക്ഷെ അവർ ഓൾട്ടർനേറ്റിൽ വരുന്നതാണ്. പിന്നെ എന്താണ്, എക്സ്റ്റിപ്പുലേറ്റുകളായിരിക്കും. ചിലതൊക്കെ സ്റ്റിപ്യൂൾസുകളുടെ ഇതൊക്കെ കുറവായിരിക്കും. ദെൻ എന്താണ്, അവരുടെ വീനിയേഷൻ റെക്ടിക്കുലേറ്റ് അല്ലേ, സിമ്പിൾ വീനിയേഷൻ ആണ് അവർക്കുള്ളത്. ഇങ്ങനെ 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 കുറെ ഇങ്ങനെ പടർന്ന് പിടിച്ചു പോകുന്ന ടൈപ്പ് ഓഫ് വീനിയേഷൻ ആണ് ആർക്കുള്ളത്, നമ്മുടെ സോളനേസിയ ഫാമിലിക്ക് ഉള്ളത്. ഓക്കെ, ഇനി നോക്കിക്കേ ഇവരുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. ഇവരുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സിനെ സംബന്ധിച്ച് ഇവരുടെ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് സോളിയേറ്ററി ആണ്. അതായത് ആ തണ്ടിൽ നിന്നും എന്താകുന്നു, ലീഫുകൾ അവിടെ നിന്ന് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പൂക്കള് അവരുടെ ഇൻഫ്ലോറസൻസ് സോളിയേറ്ററി ആണ്. അവിടെ നിന്ന് തന്നെ മൊട്ടിന്ന് തന്നെ എന്താ ഡയറക്റ്റ് പൂവായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്താണ്, ആക്സിലറി അഥവാ സൈമോസ് ഇൻ സൊളനിയം. സൊളാനിയത്തിന്റെ ഇപ്പൊ നമ്മുടെ മുളകിന്റെ ഒക്കെ കേസിൽ ബഡ്സ് വന്ന അവിടെ നിന്ന് ഡയറക്റ്റ്ലി ഫ്ലവേഴ്സ് വരുന്നതാണല്ലോ എന്ത്, സൈമോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതേസമയം റേസ്മോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജമല്ലിക്കൂട്ട്. പക്ഷെ ഇവരല്ല, ഇവരെന്താ ആ ബഡ്ഡിന്ന് ഡയറക്റ്റ് എന്താണ് ഫ്ലവേഴ്സ് വരികയാണ്. പിന്നെന്താ, ഇവരുടെ ഫ്ലവർ ബൈസെക്ഷൽ ആയിരിക്കും. ബൈസെക്ഷൽ ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിരുന്നേ, ഇങ്ങനെ മെയിലും ഫീമെയിൽ ക്യാരക്ടർ ഒരുമിച്ച് വരക്കുന്നു. ആക്ടിനോമോർഫിക് ആണെങ്കിൽ നമ്മുടെ റെഡ് ക്രോസ് സൈൻ, അങ്ങനെ കുറെ ഇതുണ്ട് കണ്ടല്ലേ. പിന്നെ ഇവരുടെ ഇവരുടെ കാലിക്സ് എന്താ സെപ്പൽസുകളാണല്ലേ, അത് 5 എണ്ണം ഉണ്ടാവും. അവർ ഒരുമിച്ചായിരിക്കും, പെർസിസ്റ്റന്റ് ആയിരിക്കും. ദെൻ അവരുടെ എസ്റ്റിവേഷൻ എന്ന് പറയുന്നത് എന്താ, വാൽവേറ്റ് ആയിരിക്കും. അതായത് ഒരേ റിമ്മില് വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് ആയിരിക്കും അവരുടെ എസ്റ്റിവേഷൻ. വാട്ട് അബൌട്ട് ദിയർ കൊറോള, അല്ലെങ്കിൽ അവരുടെ പെറ്റൽസ് എങ്ങനെയായിരിക്കും, പെറ്റൽസ് എന്ന് പറയുമ്പോൾ 5 ആയിരിക്കും, യുണൈറ്റഡ് ആയിരിക്കും, വാൽവേറ്റ് എസ്റ്റിവേഷൻ തന്നെയായിരിക്കും. പിന്നെ ഇവരുടെ ആൻഡ്രീഷൻ നോക്കിക്കേ, അവർക്ക് സ്റ്റേമിനും എത്ര ഉണ്ടാവും, 5 എണ്ണം ഉണ്ടാവും. എപ്പിപെറ്റാലസ് ആയിരിക്കും. അപ്പൊ ഇവരുടെ മിക്കതും, അതായത് ഇവരുടെ ആക്സസറി ഓർഗൻസും അതുപോലെ തന്നെ നമ്മുടെ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനും 5 ഇല്ലെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ 5 ആയിരിക്കും, പെൻഡായിരിക്കും. ആൻഡ് ഇവരുടെ ഗൈനീഷ്യൻ എന്ന് പറയുമ്പോൾ എന്താ, ബൈ കാപ്പിലറി ആൻഡ് ഓൾസോ ഒബ്ലിഗേറ്റ്ലി പ്ലേസ്ഡ് ആയിരിക്കും. സിൻകാർപ്പസ് ആയിരിക്കും. അതായത് എന്താണ്, ഒറ്റയ്ക്കായിരിക്കും അല്ലെങ്കിൽ ഒന്നായിട്ടായിരിക്കും, ഒരുമിച്ചായിരിക്കും കാണപ്പെടുന്നത്. ഇവരുടെ ഓവറി എങ്ങനെയാണ്, സുപ്പീരിയർ ആണ്. അപ്പൊ ഇവരെങ്ങനെ ഡിനോട്ട് ചെയ്യും, ജി അല്ലെ, ജി അണ്ടർലൈൻ. പിന്നെന്താ, ബൈലോക്കുലർ ആയിട്ടുള്ള പ്ലാസന്റ ആയിരിക്കും. ബൈലോക്കുലർ 2 ലോക്കൽസുകളായിരിക്കും ഉണ്ടാവുക, ബൈലോക്കുലർ ആയിരിക്കും. പ്ലാസന്റ എങ്ങനെയായിരിക്കും, സ്വള്ളൻ ആയിരിക്കും. ഒരുപാട് ഒവ്യൂൾസുകൾ അവരുടെ ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെന്താ, അവർക്കൊരു ആക്സിയൽ ഉണ്ടാവും. ഇത്രയും ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ആണ് ആരുടെ കേസിൽ വരുന്നത്, സോളനേസിയ അല്ലെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ ഫാമിലി, ഏറ്റവും വലിയ ഫാമിലിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നോക്കിക്കേ, അപ്പൊ നമ്മുടെ ആൻഡ്രീഷ്യം ആണെങ്കിലോ, ആൻഡ്രീഷ്യം എന്ന് പറയുമ്പോൾ സ്റ്റേമൻസുകൾ 5 എണ്ണമാണ് ഉണ്ടാവുക. അവർ യുണൈറ്റഡ് ആയിരിക്കും, സ്റ്റേമൻസുകളെ എപ്പിപെറ്റാലസ് ഫോമിലായിരിക്കും. ആൻഡ് ഇവരുടെ ഗൈനീഷ്യം നോക്കുമ്പോഴോ ബൈകാർപ്പലറി ആയിരിക്കും, 2 എണ്ണം ഉണ്ടാവും. ആൻഡ് ഒബ്ലിഗേറ്റ്ലി പ്ലേസ്ഡ് ആയിരിക്കും, സിൻകാർപ്പസ് ആയിരിക്കും, ഒരുമിച്ചായിരിക്കും, ഫ്യൂസ്ഡ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഇവരുടെ ഓവറി എങ്ങനെയായിരിക്കും, സുപ്പീരിയർ ഓവറി ആയിരിക്കും. അതായത് ഗൈനീഷ്യം ആയിരിക്കും എവിടെ, ടോപ്പിൽ ഉണ്ടാവുക. പിന്നെ എന്താണ്, ഇവരുടെ ഒവ്യൂൾസുകളും ഒരുപാട് ഒവ്യൂൾസ്, സ്വള്ളനായിട്ടുള്ള കുറെ ഒവ്യൂൾസുകൾ. ഇപ്പൊ തക്കാളിന്റെ ഒക്കെ കേസ് കണ്ടിട്ടില്ലേ, തക്കാളിയിൽ കുറെ കുരുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നല്ല സ്വള്ളനായിട്ടുള്ള മെനി ഒവ്യൂൾസ് ആർ ദർ. ആൻഡ് അവർ എങ്ങനെയായിരിക്കും, ആക്സിയൽ പ്ലാസന്റേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സോളനേസിയ ഫാമിലിയുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇവരുടെ ഫ്രൂട്ട് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ബെറി അല്ലെങ്കിൽ ക്യാപ്സ്യൂൾഡ് ഫോം ആയിരിക്കും. പൊതുവെ നമ്മൾ കണ്ടിട്ടില്ലേ, തക്കാളിയൊക്കെ നല്ല ചെറി പോലെ നല്ല ബെറി ഫോമിലായിരിക്കും കൂടുതൽ ഫ്രൂട്ട്സുകളും കാണുന്നത്, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ പോലെ, അല്ലെങ്കിൽ ഒറ്റ ഇതായിട്ട് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെന്താ, ഇവരുടെ സീഡ്സുകൾ ഒരുപാടുണ്ടാവും. ആൻഡ് ഓൾസോ എങ്ങനെയാണ്, എൻഡോസ്പേർമസ് ആയിരിക്കും. പിന്നെ ഇവരുടെ ഫ്ലോറൽ ഫോർമുല നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഫ്ലോറൽ ഫോർമുല എങ്ങനെയാണ്, ആക്ടിനോമോർഫിക് ആണ്. ആക്ടിനോമോർഫിക് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, നമ്മുടെ റെഡ് ക്രോസിന്റെ സൈൻ പോലെയാണ് ആക്ടിനോമോർഫിക് കൊടുത്തിരിക്കുക. പിന്നെ എന്താണ്, ഇതെന്താ, ബൈസെക്ഷൽ ആണ് അല്ലെ. അവരുടെ ഒരു ഫ്ലവറിൽ തന്നെ ആരുണ്ടാവും, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഗൈനീഷ്യം ആൻഡ്രീഷ്യം
ഒരൊറ്റ ഫ്ലവറിൽ തന്നെ അവരുടെ ബോഡിയിൽ കാണാൻ പറ്റും. പിന്നെ എന്താ, അവരുടെ കാലിക്സ് 5 എണ്ണാണ്, നമ്മൾ ഫ്യൂസ്ഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ കൊറോളയും എങ്ങനെയാണ്, കൊറോളെ 5, പെറ്റൽസ് 5 ആണ്, ഫ്യൂസ്ഡ് ആണെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ C 5 ഇൻ ബ്രാക്കറ്റ്. പിന്നെ എന്താണ്, ആൻഡ്രീഷ്യം, സിൻകാർപ്പസ് ആണല്ലേ. അവര് ആരായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും, നമ്മുടെ ഇവരായിട്ട്. ആൻഡ്രീഷ്യം എന്ന് പറയുമ്പോഴേക്കും എന്താ, ഒരു അറ്റാച്ച്മെന്റ് കാണിക്കും. അപ്പൊ എന്താണ്, ആൻഡ്രീഷ്യം 5 ആണ്, പക്ഷെ അവരുടെ ഫ്യൂസ്ഡ് അല്ല. അവരുടെ എങ്ങനെയായിരിക്കും, വിട്ടുവിട്ടായിരിക്കും അല്ലെ നിൽക്കുന്നത്. നോക്കിക്കേ, നിങ്ങൾക്ക് ആ ടെക്സ്റ്റില് മറ്റേ ബട്ടർഫ്ലൈ ഉണ്ടോ, നമ്മുടെ പെറ്റൽസുകളായിട്ട് ചേർന്നിരിക്കുന്നതുണ്ടോ? അതാണ് മേലെ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു എന്താണ് ഒരു എന്താ പറയാ, ഒരു റാ പോലെ, ഒരു കണക്ഷൻ പോലെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഏതാണ്, നമ്മുടെ ഗൈനീഷ്യം. ഗൈനീഷ്യം എത്ര ഉണ്ട്, ഗൈനീഷ്യം മെനിയാണ് അല്ലെ, പോളി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു ഫ്ലവറിന്റെ കേസ് എടുത്താൽ നമുക്ക് എത്ര എണ്ണം കാണാൻ പറ്റും, 2 ഗൈനീഷ്യംസ് ആണ് അവിടെ കാണുന്നത്. അതും ഗൈനീഷ്യം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞല്ലേ, സുപ്പീരിയർ ഓവറി ആണ്. സോ അണ്ടർലൈൻ, അവരെങ്ങനെയായിരിക്കും, ഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ സോളനേസിയ ഫാമിലിയുടെ ഫ്ലോറൽ ഫോർമുല എന്ന് പറയുന്നത്. ആക്ടിനോമോർഫിക് ആയിരിക്കും, എങ്ങനെ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ്സുകൾ ഉണ്ടാവും. ബൈസെക്ഷൽ ആണ്, കാലിക്സ് 5 എണ്ണം ഫ്യൂസ്ഡ് ആണ്, കൊറോളയും 5 എണ്ണം ഫ്യൂസ്ഡ് ആണ്. അവരില് കണ്ടോ, നമ്മളിങ്ങനെ നമ്മുടെ പെറ്റൽസ് ഇങ്ങനെ വന്നിട്ടല്ലേ ആൻഡ്രീഷ്യം കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ആ ഒരു ഇത് കൊണ്ടിട്ടാണ് നമ്മൾ ഇവരിങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഗൈനീഷ്യം സുപ്പീരിയർ ആണ്, 2 ഗൈനീഷ്യംസ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഏതാണ്, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പാർട്സുകൾ അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് വരാം. അപ്പം അത്രയും നേരം എന്താണ്, നിങ്ങൾ എല്ലാം ഒന്നും കൂടെ നോക്കുക, ഫ്ലോറൽ ഫോർമുലാസ് ഒക്കെ തെറ്റിക്കാതെ. പുതിയൊരു കാര്യമാണ്, അപ്പം നന്നായിട്ട് പഠിക്കുക. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, താങ്ക് യു.